മെൻ്റലിസവും മനഃശാസ്ത്രവും തമ്മിൽ ഒരു ബന്ധവുമില്ല. മനഃശാസ്ത്രം ഒരു ശാസ്ത്രമാണ്. അതൊരു സൈക്കോളജിസ്റ്റ് ആകാൻ ഒരു 5 വർഷമെങ്കിലും മിനിമം എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഒരു മെൻ്റലിസ്റ്റ് ആകാൻ അത്യാവശ്യം ചില മെൻ്റലിസം കാണിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് പഠിച്ചാൽ മതിയാവും. മെൻ്റലിസം എന്ന് പറയുന്നത് മാജിക്കിൻ്റെ ഒരു പാർട്ടാണ്. മാജിക്കിൽ പല പല പാർട്ടുകളുണ്ട് അല്ലേ. ക്ലോസ് മാജിക് ഉണ്ട്, പലതരം മാജിക്കുകളുണ്ട്. ആ മാജിക്കിൽ വരുന്ന ഒരു കാര്യമാണ് മെൻ്റലിസം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഫോൺ നമ്പർ, പാൻ നമ്പർ, അതുപോലെ മറ്റു പല കാര്യങ്ങളും, ഒരു പുസ്തകത്തിൽ നിങ്ങൾ വായിക്കുന്ന വാക്കുകൾ, വാചകങ്ങൾ, ഇതെല്ലാം മെൻ്റലിസ്റ്റിന് പറയാൻ സാധിക്കും. ഈ മെൻ്റലിസത്തിലും അതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് വിചാരിക്കൂ, അപ്പോൾ പോലും നമുക്ക് ചില ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ ആളുകൾക്ക് കൗതുകം ഉണ്ടാക്കുന്ന തരത്തിലൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ട്രെയിനിലൊക്കെ ഇന്നത്തെ കാലത്തല്ല, അന്ന് ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പെന്നൊക്കെ പറയുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ പരിചയപ്പെടുന്നു. ഒരു ദിവസം മുഴുവൻ നമ്മളിങ്ങനെ ട്രെയിനിലിരിക്കുമ്പോഴത്തേക്കും പരിചയപ്പെടുന്നു. അപ്പോൾ ഒരാളിങ്ങനെ പരിചയപ്പെടുന്ന സമയത്ത് ഞാനിങ്ങനെ സൈക്കോളജി പഠിച്ച ആളാണ്. ഭയങ്കര കൗതുകം. അങ്ങനെ പുള്ളി പല കാര്യങ്ങൾ എന്നോട് പറയുന്നു, ഞാനിങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സൊക്കെ വായിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നു. നമ്മൾ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമല്ലേ, അപ്പോൾ ഈ അതിനകത്ത് വലിയ തിയറിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആലോചിക്കില്ല, ഒരു കൗതുകമല്ലേ. അപ്പോൾ പുള്ളിയോട് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുള്ളി പറയുന്നു, എന്തെങ്കിലും പറയൂ എന്ന് എന്നോട് പറയുന്നു. അതങ്ങനെയാണല്ലോ, എന്തെങ്കിലും പറയൂ എന്നൊക്കെ നമ്മൾ ഈ മെൻ്റലിസം ആയാലും മനഃശാസ്ത്രമായാലും മനുഷ്യർ കൗതുകം കൊണ്ട് എന്തെങ്കിലും പറയൂ എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പോൾ അതുപോലെ പുള്ളി എന്തെങ്കിലും പറയൂ എന്ന് പറയുന്നു. ഞാൻ പെട്ടെന്ന് പുള്ളി വളരെ ഇതായിട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു ശ്രമം നടത്തി നോക്കാം, സാറ് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനൊരു ശ്രമം നടത്തി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ, സാറ് വിവാഹിതനാണ് അപ്പോൾ അതെ. അപ്പം ഞാൻ പറഞ്ഞു, അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഈ ഏജും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയാൽ വിവാഹം കഴിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേറെ പല പല കാര്യങ്ങളിലേക്ക് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ഞാൻ പറഞ്ഞു, സർ, ഈ സാറിൻ്റെ ഭാര്യയുടെ പേര് രാഖി എന്നല്ലേ എന്ന് ചോദിക്കുന്നു. പുള്ളി പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട്, അയ്യോ അതിങ്ങനെ മനസ്സിലായി എന്നിങ്ങനെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞാ എന്തെങ്കിലും പറയാൻ പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ വായിച്ചതാണ് എന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു. പുള്ളിക്കത് ഭയങ്കര ആകാംക്ഷയായി. പുള്ളിയുടെ ഒപ്പം ഇരുന്ന ആൾ തന്നെ അപ്പോൾ ഇതൊക്കെ കഴിയുമോ എന്നൊക്കെ ചോദിക്കുകയും പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഡിസ്കഷനിൽ അങ്ങ് വന്നില്ല. അവരവരുടേതായ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇതൊരു വലിയ സംഭവമാണ് എന്ന് തോന്നി. പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വർത്തമാനങ്ങളിലൂടെ ഞാൻ പുള്ളിയുടെ ശ്രദ്ധ തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാണ് സംസാരിക്കുമ്പോൾ പുള്ളിയുടെ റിങ് എനിക്ക് കൃത്യമായിട്ട് കാണാം. ഒരൊറ്റ ഇതിൽ തന്നെ, പഴയ റിങ്ങാണല്ലോ, ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെയല്ല. ഒന്ന് കണ്ണ് താഴ്ത്തിക്കഴിഞ്ഞാൽ വായിക്കാൻ പറ്റുമായിരുന്നു. അതിൽ കൃത്യമായിട്ട് അതൊരു വിവാഹ മോതിരമായിരുന്നു. അതിനകത്ത് രാഖി എന്ന് എഴുതിയിരുന്നു. എന്തായാലും സഹോദരിയുടെ പേരെഴുതി അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിലെ കസ്റ്റമില്ലല്ലോ. അപ്പോൾ അത് ഭാര്യയുടെ പേരാണെന്ന് ഊഹിക്കാൻ വലിയ കാര്യമൊന്നുമില്ല, പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് വിവാഹിതനാണ് എന്ന് ഞാൻ ചോദിച്ചു, എന്ന് പറയുകയും എന്നിട്ട് ഞാൻ തന്നെ പുള്ളിയോട് പറഞ്ഞു, അതൊന്നും വലിയ മെൻ്റലിസവും മാജിക്കോ ഒന്നും അല്ല, അതൊക്കെ മനസ്സ് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കണ്ടാൽ അറിയാവുന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോഴെൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മോതിരത്തിലേക്ക് അല്ലെങ്കിൽ റിങ്ങിലേക്ക് പുള്ളിയുടെ ശ്രദ്ധ കൊണ്ടുപോകരുത് എന്ന് വെച്ചുകൊണ്ട് മനഃപൂർവ്വമായിട്ട് മറ്റു ചില കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. എന്നിട്ടാണ് ഞാൻ ചെയ്യപ്പെട്ടത്, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഒരു ശ്രമം നടത്തി നോക്കട്ടെ. അവിടെയും മനഃപൂർവ്വമായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു ശ്രമം നടത്തി നോക്കട്ടെ. അതിലൊക്കെ ഒരു മോഡുലേഷനൊക്കെ ഇട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നു പറഞ്ഞു. ഒരു ഇത് എനിക്കത്ര, ഞാനങ്ങനെ എക്സ്പെർട്ടൊന്നുമല്ല, എന്നാലും ഞാനൊരു ശ്രമം നടത്തി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അത്രയും ആകുമ്പോഴത്തേക്കും പുള്ളിയെ മറക്കണം, നമ്മുടെ വാക്കുകളിലേക്കാണ് പുള്ളി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഭാര്യയുടെ പേര് രാഖി എന്നല്ലേ എന്ന് പറയുമ്പോൾ, ഇത് താൻ ഒരു റിങ് ധരിച്ചിട്ടുണ്ടെന്നോ ആ റിങ്ങിൽ പേരെഴുതിയിട്ടുണ്ടെന്നോ പുള്ളി അപ്പോൾ അതിനെക്കുറിച്ച് ബോധേഡയല്ല, നമ്മൾ പറഞ്ഞതിനെക്കുറിച്ചാണ് എക്സൈറ്റഡ് ആയിരിക്കുന്നത്. ഈ എക്സൈറ്റ്മെൻറ്റിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ ഒരു മാജിക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക്, അത് ഒബ്സർവേഷൻ മാത്രമാണ്, അല്ലാതെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, തന്നെ വായിച്ചെടുക്കാൻ കഴിയില്ല. അതൊരു മറ്റൊരാളിന് വായിച്ചെടുക്കാൻ കഴിയില്ല. അത് വെറുതെ ആളുകൾ പറയുന്നതാണ് മനസ്സ് വായിക്കുക. പിന്നെ നമ്മളോടൊപ്പം നടക്കുന്ന ആൾ ഇപ്പം എന്ത് ചിന്തിക്കുന്നു എന്നൊക്കെ ജസ്റ്റ് നമുക്കൊക്കെ വെറുതെ ഒരു തോന്നൽ വെച്ചിട്ട് പറയുന്നു. ആ തോന്നൽ ചിലപ്പോൾ ശരിയാകാം,
ചിലപ്പോൾ ശരിയാകില്ല എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ പൊതുവായ ചില കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ 50%-ലേറെ ശരിയാകാൻ സാധ്യതയുണ്ട്. അതിനെ ഫെറർ പ്രഭാവം എന്നാണ്, അല്ലെങ്കിൽ ഫെറർ ഇഫക്റ്റ് എന്നാണ് സൈക്കോളജിയിൽ പറയാറുള്ളത്. ഈ ഇഫക്റ്റ് കണ്ടുപിടിച്ച ആളിൻ്റെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. കാരണം 10 കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് 8 കാര്യങ്ങളെങ്കിലും ശരിയാകും എന്നുള്ളതാണ്. അതിനപ്പുറം ഒരിക്കലും നമുക്ക് പ്രഡിക്ഷൻ എന്നും പറ്റുന്ന കാര്യങ്ങളല്ല. മറ്റൊരാളിൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ മറ്റൊരാളിനെ നമ്മളെ ശ്രദ്ധയിൽ നിന്ന് മാറ്റിയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് അവരോട് പറഞ്ഞാൽ അവർ തന്നെ എന്ത് ചെയ്യപ്പെടും, എക്സൈറ്റഡ് ആകും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അതേപടി എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഒരാളൊരു പുസ്തകം വായിക്കുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ ആദ്യം കയറുമ്പോഴേ ഇയാൾ പുസ്തകം തുറക്കുന്നത് കാണുന്നു. വെറുതെ പുസ്തകം തുറന്നപ്പോഴത്തേക്ക് അതിലൊരു പേര് മഷി കൊണ്ട് എഴുതിയിരിക്കുന്നത് അതിനകത്ത് ഉണ്ടായിരുന്നു. രഘുകുമാർ എന്ന് അതിനകത്ത് എഴുതിയിരിക്കുന്നത് പെട്ടെന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ വെറുതെ ഇങ്ങനെ വീണ്ടും ഒരു സ്റ്റോപ്പ് എത്തുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ ചായ കുടിക്കണില്ല, പുള്ളി തന്നെ ചോദിക്കുന്നു. നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. തിരിച്ചു വരുന്നു. തിരിച്ചു വന്നിട്ട് കൗതുകം കൊണ്ട്, പുസ്തകം മോഷ്ടിക്കാനൊന്നുമില്ലല്ലോ, അദ്ദേഹം വന്നില്ല, പുസ്തകം എടുത്ത് നോക്കുന്നു. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് വേറെ ആരുടെയെങ്കിലും പേരായിരിക്കാം അതിനകത്ത് എഴുതിയിരിക്കുന്നു. വെറുതെ 1-2 പേജുകൾ ഇങ്ങനെ മറിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് പുള്ളി വന്നു, വീണ്ടും വർത്തമാനം തുടങ്ങി. അങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ സൈക്കോളജിസ്റ്റാണ്, ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ അറിയുമല്ലോ എന്നൊക്കെ, മനസ്സ് വായിക്കാൻ അറിയുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. ഇതേവഴി തന്നെ എന്ത് ചെയ്യും. അപ്പോൾ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ അത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്, അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം അല്ലെങ്കിൽ വേറെ ആരുടെയോ പുസ്തകമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നത്, ഇപ്പം ഞാനൊരു ശ്രമം നടത്തി നോക്കാം, താങ്കളുടെ പേര്, ഇങ്ങനെയൊക്കെ നമ്മൾ ചുമ്മാ, ഇതൊരു ആക്ടിങ് പെർഫോമൻസ് മാത്രമാണ്. നിങ്ങളുടെ പേര് ഞാനൊരു ഗസ് ചെയ്ത് നോക്കാം, അതിൻ്റെ ആദ്യ അക്ഷരം R ആണോ എന്ന് നമ്മളിങ്ങനെ ചോദിക്കും. അപ്പോൾ പുള്ളി പെട്ടെന്ന് പറയും അപ്പോൾ നമുക്ക് ഉറപ്പായി അത് ആരുടെ പുസ്തകം തന്നെയാണ്. ഏതാണ്ട് 50% നമുക്ക് ഉറപ്പായി അത് പുള്ളിയുടെ പുസ്തകം തന്നെയാണ്. എന്നിട്ട് അത് ഉറപ്പിക്കാൻ ഇനിയും നമുക്ക് ചില ആ പാർട്ട് 2 പാർട്ടുണ്ടോ പേരിന്, രണ്ടാമത്തെ പാർട്ട് ആരംഭിക്കുന്നത് കെയിലോ മറ്റോ ആണോ, അല്ലാന്ന് പുള്ളി പറഞ്ഞാൽ നമ്മൾ വേറെ. ഇതെപ്പോഴും ഈ മെജീഷ്യൻ ചോയ്സ് എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കൺഫർമേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറയും രഘുകുമാർ എന്നല്ലേ പേര്, എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഭയങ്കര. പിന്നെ വീണ്ടും നമുക്ക് ആ പുസ്തകം എന്ത് പുസ്തകമാണെന്നൊക്കെ നമ്മൾ ചോദിക്കും. ആ പുസ്തകം കണ്ടിട്ടില്ലാത്ത ഭാവത്തിൽ നമ്മൾ ഇരിക്കുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു പേജ് നമ്പർ ചുമ്മാ പറയുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുണ്ട് 125, 18, 19 ഒക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. ഇത് 2-3 വട്ടം 2 തവണ തന്നെ 2 പേജിലെ വാക്കുകൾ, ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും രണ്ടാമത്തെ പാരഗ്രാഫിലെ വാക്കും ഒക്കെ നമ്മളൊന്ന് ഓർത്തു വെച്ച് പറഞ്ഞാൽ പുള്ളി അത് കാര്യമായിട്ടങ്ങ് വിശ്വസിക്കും. ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകൾ മാത്രമാണ് വളരെ പ്രൈമറി ലെവലിൽ പറഞ്ഞാൽ മെൻ്റലിസത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ കാർഡ്സ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെൻ്റലിസം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു തെരുവിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മെൻ്റലിസം കാണിക്കാൻ പറ്റും. അല്ലാതെ മനഃശാസ്ത്രവുമായിട്ട്, ഒരിക്കൽ കൂടെ എടുത്തു പറയട്ടെ, മനഃശാസ്ത്രവുമായിട്ട് ഈ മെൻ്റലിസത്തിന് യാതൊരു ബന്ധവും